നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന പഠന പരമ്പരയുടെ 18ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ ദിവസങ്ങളിലായി ബൈബിളികമായ ദൈവനിശ്വസ്ത ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ എപ്പിസോഡിൽ വേദപുസ്തകത്തിന് വെളിയിൽ കാനോനികതയെ സംബന്ധിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ചില ആളുകളുടെ സാക്ഷ്യത്തെക്കുറിച്ച് ചുരുക്കമായി ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. അതിപുരാതനമായി നമുക്ക് ലഭ്യമായിട്ടുള്ള എക്സ്റ്റേണൽ എവിഡൻസസ്, അതായത് ബാഹ്യമായ തെളിവുകളുടെ സൂക്ഷ്മമായ അവലോകനം വെച്ച് നോക്കിയാൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ സുപ്രധാനമാകുന്ന 3 വിഭജനങ്ങൾ, അതായത് ചരിത്രം, പ്രവചനം, ഉപദേശം എന്നിങ്ങനെയുള്ള 3 വിഭജനങ്ങളെയാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പഴയ നിയമവും പുതിയ നിയമവും ഈ ബന്ധത്തിൽ ചരിത്രം, പ്രവചനം, ഉപദേശം എന്നിങ്ങനെ 3 വീതമായി ഈ വേദപുസ്തകത്തെ വിഭജിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലെ അതിപ്രധാനമായ ഒരു റെക്കോർഡാണ് ചരിത്രകാരനായിരുന്ന ജോസീഫസ് നമുക്ക് നൽകിയിട്ടുള്ളത്. റോമാക്കാർക്ക് വേണ്ടി യഹൂദന്മാരുടെ ചരിത്രം രേഖയാക്കിയ ഫ്ലേവിയസ് ജോസീഫസ് അദ്ദേഹത്തിന്റെ ജൂവിഷ് ആന്റിക്വിറ്റീസ്, അതായത് യഹൂദ പൗരാണികത്വം എന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, അർത്തകശ്രഷ്ടാവിന്റെ കാലമായപ്പോഴേക്കും പഴയ നിയമ തിരുവെഴുത്തുകളിലെ ദൈവനിശ്വാസ്യമായ ഗ്രന്ഥങ്ങളുടെ പട്ടികകൾ വളരെ കൃത്യമായി കണക്കാക്കപ്പെട്ടിരുന്നു. യസ്രാ ശാസ്ത്രിയും നെഹമ്യാവും സെരുബാബേലും അടങ്ങിയ സംഘം പഴയ നിയമ തിരുവെഴുത്തുകളുടെ ദൈവവിശ്വാസിയ ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് ആ കാലഘട്ടങ്ങളിൽ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഫ്രം ദി ടൈം ഓഫ് അറ്റാക്സറസ്, അതായത് അഹശ്വേരോഷ് രാജാവിന്റെ കാലം മുതൽ എന്ന് പറയുന്നത് വാസ്തവത്തിലെ ഒടുവിലത്തെ പുസ്തകമായ മലാഖി പ്രവാചകന്റെ പുസ്തകത്തിന്റെ രചനാ കാലഘട്ടമാണ്. ദിനവൃത്താന്ത പുസ്തകങ്ങളാണ് പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും ഒടുവിലായി നമുക്ക് പഴയ നിയമ തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ എഴുതപ്പെട്ട പ്രവചനം എന്ന് പറയുന്നത് മലാഖിയുടെ പ്രവചനമാണ്. അർത്തകശ്രഷ്ടാവിന്റെ കാലം ആയപ്പോഴേക്കും ആ മലാഖി പ്രവാചകന്റെ പുസ്തകത്തെ സംബന്ധിച്ചുള്ള പരാമർശവും അവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. ഈ യഹൂദന്മാരുടെ ചരിത്രം റോമാക്കാർക്ക് വേണ്ടി എഴുതുമ്പോൾ കൃത്യമായി ആ ചരിത്രരേഖ പുനഃപരിശോധന ചെയ്ത് വെച്ചിട്ടുള്ള രേഖകളാകിയാൽ ജോസീഫസിന്റെ റിപ്പോർട്ടിങ്ങിന് യാതൊരു വിധമായ തകരാറും ഉണ്ടാവാനുള്ള ന്യായമായ സാധ്യത ഇല്ല. അടുത്തതായി നമ്മൾ വായിക്കുന്നത് താൽമൂദുകളാണ്. താൽമൂദുകൾ എന്ന് പറയുന്നത് ന്യായപ്രമാണ പുസ്തകത്തിന്റെ ശാസ്ത്രിമാർ നൽകിയ വ്യാഖ്യാനങ്ങളാണ്. യഹൂദ പാരമ്പര്യങ്ങളും വ്യാഖ്യാനങ്ങളും സമ്മിശ്രമായി ഇടകലർന്ന് ശാസ്ത്രിമാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ് താൽമൂദ് എന്ന് പറയുന്നത്. അതിൽ സൊഫേറ്റ, യഡായിം 3:5 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന എങ്ങനെയാണ്, ദ ഗോസ്പൽ ആൻഡ് ദ ബുക്സ് ഓഫ് ദി ഹെറിറ്റിക്സ് ഡു നോട്ട് മേക്ക് ദി ഹാൻഡ്സ് അൺക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദവിപരീതങ്ങളായ ആളുകളിലുള്ള സുവിശേഷങ്ങളും അതുപോലെ ഉള്ള പുസ്തകങ്ങളും ഒരിക്കലും അവരുടെ കരങ്ങളെ ആക്കുന്നില്ല. ദ ബുക്സ് ഓഫ് ബെൻ സേറ ആൻഡ് വാട്ട് എവർ ബുക്സ് ഹാവ് ബീൻ റിട്ടൺ സിൻസ് ഹിസ് ടൈം ആർ നോട്ട് കാനോനിക്കൽ. ബെൻ സേറ മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ ആ കാലഘട്ടത്തിലുള്ള യാതൊരു പുസ്തകങ്ങളും ദൈവനിശ്വസ്ത ഗ്രന്ഥങ്ങളുടെ പട്ടികയിൽ വരുന്നില്ല എന്നാണ് അഭിപ്രായപ്പെടുന്നത്. കൂടാതെ റബാ 30 എന്ന് പറയുന്ന ഭാഗത്ത് സേഡർ ഒലാം എന്ന് പറയുന്ന ആള് വളരെ വ്യക്തമായി അദ്ദേഹം മഹാനായ അലക്സാണ്ടറിന്റെ കാലഘട്ടം വരെയുള്ള കാലഘട്ടത്തെ ചരിത്ര സംക്ഷിപ്തം എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അത് എഴുതുമ്പോൾ പ്രവാചകന്മാര് പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചിട്ടുള്ള പഴയ നിയമ തിരുവെഴുത്തുകൾക്ക് അപ്പുറം ഈ പറയപ്പെടുന്ന ഗ്രന്ഥങ്ങളൊന്നും തന്നെ വാസ്തവത്തിൽ ദൈവനിശ്വാസ ഗ്രന്ഥങ്ങളല്ല എന്ന് പറയുന്നു. അതുപോലെ വളരെ പ്രസിദ്ധമാകുന്ന ഒന്നാണ് ബാബിലോണിയൻ താൽമൂദ് എന്ന് പറയുന്നത്. അത് വാസ്തവത്തില് ബാബിലോണിയൻ താൽമൂദിലെ സന്നിദ്രീൻ 8 മുതൽ 7 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ അവിടെ പറയുന്നത് ഈ ഏറ്റവും ഒടുവിലായി പ്രവചിച്ചു വന്ന ഹഗായി, സെഖരിയ, മലാഖായി ഈ പ്രവാചകന്മാർക്ക് ശേഷം പരിശുദ്ധാത്മാവ് ഇസ്രായേൽ ജാതിയെ വിട്ട് പുറപ്പെട്ടു പോയി എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മെലിറ്റോ ബിഷോപ്പ് എന്ന് പറയുന്ന ആള്, മെലിറ്റോയിലെ ബിഷോപ്പാണ്. അദ്ദേഹം
സർദീസിലെ ബിഷപ്പായിരുന്നു മെലിറ്റു. സർദീസിലെ ബിഷപ്പായിരുന്ന മെലിറ്റു വേദപുസ്തകത്തിന്റെ കാനോനികതയെ സംബന്ധിച്ച് പറയപ്പെടുന്ന സാക്ഷ്യം വളരെ ശ്രദ്ധാവ്യമാണ്. അദ്ദേഹം പറയുന്ന ലിസ്റ്റിൽ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, യോശുവ, പിന്നെ ന്യായാധിപന്മാർ, രൂത്ത്, രാജാക്കന്മാരുടെ ഒന്നും രണ്ടും പുസ്തകങ്ങൾ, ഒന്നും രണ്ടും ദിനവൃത്താന്തങ്ങൾ, സങ്കീർത്തന പുസ്തകങ്ങൾ, അതുപോലെ ശലോമോന്റെ സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, യോബ്, പിന്നെ പ്രവാചകന്മാരായ യെശയ്യാവ്, ഇരമ്യാവ്, 12 ചെറിയ പ്രവാചകന്മാർ, എസെക്കിയേൽ, ദാനിയേൽ, ഇവരെയെല്ലാം അദ്ദേഹത്തിന്റെ കാനോനികമായിരുന്ന ബൈബിൾ ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മഹാന്മാരെല്ലാവരും ഈ ചരിത്രരേഖകളെല്ലാം തന്നെയും വാസ്തവത്തിൽ പഴയ നിയമ തിരുവെഴുത്തുകൾക്ക് 3 ഡിവിഷൻസ്, അതായത് 3 വിഭജനങ്ങൾ മാത്രമേ നൽകിയതായി കാണപ്പെടുന്നുള്ളൂ. അവ ചരിത്രം, പ്രവചനം, ഉപദേശം എന്നിങ്ങനെയുള്ള 3 വിഭജനങ്ങളാണ്. ആ വിഭജനങ്ങളിൽ നമ്മളിന്ന് കാണപ്പെടുന്ന 39 പുസ്തകങ്ങൾ മാത്രമാണ് പഴയ നിയമത്തിൽ ദൈവനിശ്വസ്ത ഗ്രന്ഥങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെട്ടുള്ളത്. ഈ കാര്യം ഈ ബൈബിളിന്റെ കാനോനികതയ്ക്ക് ബൈബിളിന് വെളിയിലുള്ള തെളിവുകളായി നൽകപ്പെട്ടുള്ള മഹാന്മാരുടെ രേഖകളിൽ നിന്ന് സുപരിചിതമായി നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്. ദൈവം ഈ പഠന പരമ്പരയെ അനേകരുടെ നന്മയ്ക്കും അറിവിനും മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.